everyone, it's me Sabitha Jars from Puthurans. നമ്മൾ ഇന്ന് കാണുന്നത് നെറ്റ്കോട്ടയിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ. ഇതൊരു നെറ്റ്കോട്ട സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ. അതായത് ഇതൊരു സിൽക്കി സ്മൂത്ത് ഫിനിഷിലേക്കാണ് വരുന്നത്. സാധാരണ കൊണ്ടുവരുന്ന നെറ്റ്കോട്ട ഫാബ്രിക് അല്ല. അതിനകത്ത് തന്നെ ഒരു ഫുൾക്കാരി വർക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു വർക്ക്, അതായത് സെൽഫായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. 2-3 കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് 219 രൂപ പെർ മീറ്ററിലാണ്. 44 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സും സെയിം ഫാബ്രിക് വെച്ച് ചെയ്തതാണ്. ലാസ്റ്റ് നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ളൊരു സ്ട്രൈപ്പ് പാറ്റേണിലേക്ക് പോകാവുന്ന പോലെ നല്ലൊരു ഡിസൈനാണ്. നമ്മളിത് വെച്ച് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ടോപ്പിനുള്ള ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയായിരിക്കും ആ ഒരു ഡിസൈൻ വരുന്നത്. ഇങ്ങനെ സ്ട്രൈപ്പ് ഡിസൈൻ പോലെ പോകും അതിൻ്റെ ഡിസൈൻ. ലൈനിങ് ഇട്ട് വേണം ചെയ്യാനായിട്ട്. ബ്ലൂവിൻ്റെ തന്നെ 2-3 ഷെയ്ഡ്സും ഒരു ക്രീം കളറുമാണ് ഇതിനകത്ത് പ്രിൻ്റായിട്ട്, ഡിജിറ്റൽ പ്രിൻ്റായിട്ട് പോയിട്ടുള്ളത്. ഞാനിതിൻ്റെ വർക്കൊന്ന് കാണിക്കാനായിട്ട് ഇതിൻ്റെ അകഭാഗം ഒന്ന് കാണിച്ചു തരാം, ഇന്നർ പാർട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു വർക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ 2-3 തരത്തിലുള്ള ഡിസൈൻസ് ആണ് ഇതിനകത്ത് എംബ്രോയിഡറി വർക്കായിട്ട് പോകുന്നത്. ഇത് മറ്റേ സൈഡിലേക്ക് വരുമ്പോൾ ആ കളറ് പ്രിൻ്റ് ഇതിനകത്ത് കയറുന്നത് കൊണ്ട് നമുക്ക് ഡിസൈൻ അത്രയും വിസിബിൾ അല്ല. എന്നാലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയായിട്ട് നമുക്കിത് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ലൈനിങ് ഇട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇതേ പാറ്റേണിൽ പോകുന്ന ഫാബ്രിക്കാണ്. നെക്സ്റ്റ് വൺ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലേക്ക് പോകുന്നു. സെയിം പാറ്റേൺ ആണ്, പ്രിൻറ്റിനാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഇതും ലൈൻ തന്നെയാണ് ഡിസൈൻ വരുന്നത്, പക്ഷേ ഇതിൻ്റെ ആ ഒരു കളറും എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് വരുന്നത് എങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇതൊക്കെ തന്നെ ലൈനിങ് ഇട്ട് വേണം ചെയ്യാനായിട്ട്. നോർമലുള്ള ആ നെറ്റ്കോട്ട ഫാബ്രിക് അല്ല, സിൽക്ക് കോട്ട സിൽക്ക് എന്നാണ് ഈ ഫാബ്രിക് അറിയപ്പെടുന്നത്. ഇനി വരുന്നതും സ്ട്രൈപ്പ് ഡിസൈൻ തന്നെയാണ്. അപ്പോൾ 3 തരത്തിലുള്ള സ്ട്രൈപ്സ് ആണ് ഇന്നത്തെ വീഡിയോനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതൊരു റെഡാണ് കേട്ടോ, ഒരു ചില്ലി റെഡ് എന്ന് പറയാം. അതിൻ്റെ 2-3 ടോൺസ് ഇങ്ങനെ കയറുന്നു. അപ്പോൾ ലൈറ്റായിട്ട് വരുമ്പോൾ ഒരു പീച്ച് ടോണിലേക്കും കൂടെ പോകുന്നു, ക്രീം ടോൺ പോകുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇതിൻ്റെ എല്ലാം ഈ ഫാബ്രിക്കിനകത്ത് ആ ഒരു എംബ്രോയിഡറി വർക്ക് ഇതിനകത്ത് പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ കളർ എന്ന് പറയാൻ വേണമെങ്കിൽ, അങ്ങനെ ലൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ ബ്രിക്ക് റെഡ് കളർ എന്ന് വേണമെങ്കിൽ പറയാം. ബ്രിക്ക് റെഡ് കളറിലേക്കാണിത് പോയിട്ടുള്ളത് കേട്ടോ. ഇതിനകത്ത് കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറലും ലീവ്സും ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള പ്രിൻറ്റുകളാണ് കേട്ടോ. എല്ലാം തന്നെ ക്രീം കളറിലുള്ള പ്രിൻറ്റുകളാണ്. അതുപോലെ തന്നെ ആ വർക്കും ഇതിനകത്ത് പോകുന്നുണ്ട്. ലാസ്റ്റ് വണ്ണാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈൻ. ഒരു ജിയോമെട്രിക്കൽ ഡിസൈൻ പോലെ നമുക്ക് ഫീൽ ചെയ്യാവുന്ന തരത്തിലുള്ള പ്രിൻ്റാണ് ഇതിനകത്തേക്ക് പോകുന്നത്. ഇതൊരു പിങ്കിൻ്റെ ഒരു ടോണിലേക്ക് തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഫാബ്രിക്കിൻ്റെ പ്രൈസ് 219 രൂപ പെർ മീറ്ററിലാണ്. 44 ഇഞ്ച് വിഡ്ത്താണ്. നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാവുന്ന ഫാബ്രിക്കാണ്. ലൈനിങ് ഇട്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഓൺലൈനിലും നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. 8891060225 കോൺടാക്ട് ചെയ്യണേ. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.